സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, ജയരാജ് എന്ന സുഹൃത്ത് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു തമിഴ് സിനിമാ നടന്മാരെ കണ്ടതിനെക്കുറിച്ച്. ഞാൻ മദ്രാസിലുള്ള സമയത്ത്, മെഡിക്കൽ ഷോപ്പുള്ള സമയത്ത്, ഞാൻ പാരീസ് കോർണറിലാണ് നമ്മളെ മെഡിക്കൽ ഷോപ്പ്. അപ്പോൾ ആഴ്ച ലീവുള്ള ദിവസം ഞാനിങ്ങനെ കറങ്ങാൻ പോകും. അധികം സ്റ്റുഡിയോ കാണാൻ പോകും. ഒരു പ്രാവശ്യം അടയാർ കാണാൻ പോയി. അങ്ങനെ അടയാർ കാണാൻ പോയി, അവിടെ ഒരു ചൈനീസ് ഹോട്ടലുണ്ട്, ചൈനീസ് റെസ്റ്റോറൻറ്റ്. അവിടെ കയറി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ കയറി അവിടെ നിന്ന് ചില്ലി ചിക്കൻ ഓർഡർ ചെയ്തു. അന്ന് ചില്ലി ചിക്കൻ വലിയ കാര്യം, അന്നത്തെ പോലെയല്ല. ചില്ലി ചിക്കൻ ഭയങ്കര ടേസ്റ്റും, ഒരു ചുവപ്പ് കളറിൽ പിന്നെ പച്ചമുളകെല്ലാം കീറിയിട്ടിട്ട് ചില്ലി ചിക്കൻ കഴിക്കുമ്പോൾ തന്നെ നല്ല കുറച്ചൊരു മധുരം ഉണ്ടാവും. ഇന്നത്തെ പോലെയല്ല. ഇന്നത്തെ ചില്ലി ചിക്കൻ വായിൽ വെക്കാൻ പറ്റില്ല ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ. ഉപ്പൂല മുളകില്ല പുളിയില്ലാത്ത പറ്റും. വലിയ പൈസ 200 രൂപ 160 രൂപ. അന്ന് 10 രൂപ എന്ന് വലിയ പൈസ. അപ്പം ചില്ലി ചിക്കനും ചപ്പാത്തി തിന്നുകൊണ്ടിരിക്കും. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് മുന്നിലിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ ഇരിക്കുമല്ലോ. പിന്നെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഉയർത്തി നോക്കുമ്പോൾ ഞെട്ടിപ്പോയി. ഞാൻ ഉള്ളത് സിനിമ തിയേറ്ററിലൊന്ന് വിചാരിച്ചു പോയി. രവിചന്ദ്രൻ, മറ്റേ ഷീലയുടെ ഭർത്താവ്, ഒരു സ്ലാക്ക് ഷർട്ടിലിട്ടിട്ട് നല്ല ബോഡിയിലായിട്ട്. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ നിർത്തിയിട്ട് രവീന്ദ്രനെ നോക്കുന്നിട്ട് രവീന്ദ്രൻ്റെ ചിരി വന്നു. രവീന്ദ്രൻ്റെ മനസ്സിലായി ഇത് നടനാന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ രവീന്ദ്രൻ എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ സാറിന് വിളിച്ചില്ല, രവീന്ദ്രനെല്ലാം ചോദിച്ചു. യെസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മലയാളിയാന്ന് പറഞ്ഞാൽ രവീന്ദ്രൻ മലയാളത്തിൽ തന്നെ സംസാരിക്കാൻ തുടങ്ങി. രവീന്ദ്രൻ മലയാളം അറിയാം. രവീന്ദ്രൻ പറഞ്ഞു എവർഗ്രീൻ പ്രൈം മിനിസ്റ്റർ എൻ്റെ അടുത്ത ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറിൻ്റെ പടമെല്ലാം, അന്നേരം ഞാൻ പിന്നെ സാറിന് വിളിച്ചു. ഞാൻ പറഞ്ഞു സാറിൻ്റെ പടങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. സ്വർണ്ണ വിഗ്രഹം, ആരോമലുണ്ണി, അഗ്നിമൃഗം, ഓമന, ഈ 4 പടം ഒറ്റ ശാസ്ത്രത്തിൽ പറഞ്ഞൊരു രവീന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഗുഡ്, യു ആർ ഗ്രേറ്റ് എന്ന് പറഞ്ഞു. കാരണം ഈ പണ്ടത്തെ പടം ആ സമയത്ത് ആർക്കും ആ പടമൊന്നും ഓർമ്മയില്ല. അപ്പോൾ ഞാനത് പറഞ്ഞു കൊടുത്തിട്ട് രവീന്ദ്രൻ വലിയ സന്തോഷമായി. പിന്നെ പെട്ടെന്നിട്ട് 3-4 ആൾ വന്നിട്ട് രവീന്ദ്രൻ്റെ ഫ്രണ്ട്സെല്ലാം ആ സമയത്ത് വന്നാടിയിരുന്നു, വട്ടത്തിലിരുന്നു. പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പോകുമ്പോൾ രവീന്ദ്രനോട് ഫോട്ടോ ചോദിച്ചപ്പോൾ എൻ്റെ ബില്ല് രവീന്ദ്രൻ എൻ്റെ ബുക്ക് വെച്ചിട്ട് ബില്ല് തരുമല്ലോ വെയിറ്റ്, അത് രവീന്ദ്രൻ ഇങ്ങനെ എടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ വേണ്ട ഞാൻ കൊടുത്തോളൂ പറഞ്ഞു. നോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ രവീന്ദ്രനോട് ഫോട്ടോ ചോദിച്ചിട്ട് പോയി. അത്ര നല്ല മനുഷ്യനാണ് രവീന്ദ്രൻ. അപ്പോൾ അന്ന് 10 രൂപ ഉണ്ട് ചില്ലി ചിക്കൻ 10 രൂപ. ചപ്പാത്തിൻ്റെ പൈസയെല്ലാം അടക്കം 10-12 റുപ്യ രവീന്ദ്രൻ കൊടുത്തു. ഇത് ഒരു അനുഭവം. ഇനി വേറെ കുറേ നടന്മാരെ കണ്ടാൽ പറയാം. ഓക്കെ.